ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച കായിക താരങ്ങളുടെ പട്ടികയിൽ സച്ചിൻ ടെണ്ടുൽക്കറും മഹേന്ദ്ര സിംഗ് ധോണിയും വിരാട് കോഹ്ലിയുമെല്ലാം മുൻനിരയിൽ തന്നെയുണ്ടാകും. സച്ചിൻ സജീവ ക്രിക്കറ്റ് കരിയറിൽ നിന്ന് പടിയിറങ്ങിയിട്ട് വർഷങ്ങളായി. അന്താരാഷ്ട്ര കരിയർ അവസാനിപ്പിച്ച മഹേന്ദ്ര സിംഗ് ധോണിയാകട്ടെ IPL കഴിഞ്ഞ സീസണിലും കളിച്ചിരുന്നു. അടുത്ത IPL ധോണി കളിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. വിരാട് കോഹ്ലി കരിയറിന്റെ അവസാന കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇവരിൽ ആരാണ് കളിക്കളത്തിലെ കേമൻ എന്ന കാര്യത്തിൽ ആരാധകർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകാം. എന്നാൽ കഴിഞ്ഞ വർഷം ഇവരിൽ ആരാണ് ഏറ്റവും കൂടുതൽ നികുതി അടച്ചത് എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും അധികം നികുതി അടച്ച കായിക താരമായാണ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകനായ വിരാട് കോഹ്ലി മാറിയത്. ഫോർച്യൂൺ ഇന്ത്യ പുറത്തുവിട്ട ലിസ്റ്റ് പ്രകാരം 66 കോടി രൂപയാണ് കോഹ്ലി നികുതി അടച്ചത്. IPL ഏറ്റവും വിലപിടിപ്പുള്ള താരമായ മിച്ചൽ സ്റ്റാർക്കിന് ലഭിച്ച 24.75 കോടി രൂപയുടെ ഏകദേശം 3 ഇരട്ടി വരും വിരാട് കോഹ്ലി നികുതിയായി അടച്ച തുക. നികുതി അടച്ച സെലിബ്രിറ്റികളുടെ പട്ടികയിൽ വിരാട് കോഹ്ലിക്ക് 5ാം സ്ഥാനമാണ്. 92 കോടി രൂപ നികുതിയുമായി ഷാറുഖ് ഖാനാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം നികുതി അടച്ച സെലിബ്രിറ്റി. 80 കോടിയുമായി വിജയ്, 75 കോടിയുമായി സൽമാൻ ഖാൻ, 71 കോടിയുമായി അമിതാഭ് ബച്ചൻ എന്നിവരാണ് 2 മുതൽ 4 വരെ സ്ഥാനങ്ങളിൽ. കഴിഞ്ഞ മാസം ശ്രീലങ്കയ്ക്കെതിരെ ഏകദിന മത്സരം കളിച്ചതിന് ശേഷം ക്രിക്കറ്റിൽ നിന്ന് ബ്രേക്ക് എടുത്തിരിക്കുന്ന കോഹ്ലി നികുതി അടക്കുന്ന കാര്യത്തിൽ മറ്റു കായിക താരങ്ങളെക്കാൾ ഏറെ മുന്നിലാണ്. നികുതിയുടെ ക്രീസിൽ കോഹ്ലിക്ക് പിന്നിൽ 2ാം സ്ഥാനത്ത് മഹേന്ദ്ര സിംഗ് ധോണിയാണ്. 2 തവണ ലോക കിരീടം സ്വന്തമാക്കിയ മുൻ ഇന്ത്യൻ നായകൻ 38 കോടി രൂപയാണ് നികുതി അടച്ചത്. മൊത്തത്തിലുള്ള കണക്ക് നോക്കിയാൽ ധോണിയുടെ സ്ഥാനം 7ാമതാണ്. 2020 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിട്ടും ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങളുടെ പട്ടികയിൽ ധോണി മുൻനിരയിൽ തന്നെയുണ്ട് എന്ന് അർത്ഥം. നിലവിൽ ചെന്നൈ സൂപ്പർ കിങ്സിനായി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മാത്രമാണ് ധോണി കളത്തിലിറങ്ങുന്നത്. കോഹ്ലിക്കും ധോണിക്കും പുറമെ ഉയർന്ന നികുതിദായകരുടെ പട്ടികയിൽ ആദ്യ 10ൽ ഇടം പിടിച്ചത് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറാണ്. ഏകദിന ക്രിക്കറ്റിലും ടെസ്റ്റ് ക്രിക്കറ്റിലും ഏറ്റവും അധികം റൺസ് എന്ന റെക്കോർഡ് ഇപ്പോഴും അക്കൗണ്ടിലുള്ള സച്ചിൻ 28 കോടി രൂപയാണ് നികുതി അടച്ചത്. ക്രിക്കറ്റിൽ റെക്കോർഡുകളുടെ തോഴനായ സച്ചിൻ വിരമിച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും വരുമാനം നേടുന്ന കായിക താരങ്ങളുടെ കൂട്ടത്തിൽ മുൻനിരയിൽ തന്നെയുണ്ട്. 23 കോടി രൂപ നികുതി അടച്ച മുൻ ഇന്ത്യൻ നായകനും BCCI പ്രസിഡന്റുമായിരുന്ന സൗരവ് ഗാംഗുലി സച്ചിന് തൊട്ടുപിന്നിലാണ്. ഹാർദിക് പാണ്ഡ്യ, ഋഷഭ് പന്ത് തുടങ്ങിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളും നികുതിദായകരുടെ പട്ടികയിൽ മുൻനിരയിൽ തന്നെ സ്ഥാനം നേടിയിട്ടുണ്ട്. ഹാർദിക് പാണ്ഡ്യ 13 കോടി രൂപയും ഋഷഭ് പന്ത് 10 കോടി രൂപയുമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നികുതി അടച്ചത്.